ഡിയർ ഓൾ, ഈ സെഗ്മെൻറ്റിൽ കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ പാത്ത് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസും ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്താണ് പാത്ത് ഇൻഡിപെൻഡൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ കോംപ്ലക്സ് പ്ലെയിനിലെ 2 പോയിൻ്റ് ഞാൻ ഫിക്സ് ചെയ്യുന്നു. Z0, Z1 എന്ന് പറയുന്ന 2 പോയിൻ്റ് ഫിക്സ് ചെയ്യുന്നു. ഈ Z0ഉം Z1ഉം കണക്ട് ചെയ്യുന്ന, അതായത് Z0 ഇനീഷ്യൽ പോയിൻറ്റും Z1 ടെർമിനൽ പോയിൻറ്റുമായിട്ടുള്ള എത്ര പാത്തുകൾ സാധ്യമാണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാത്തുകൾ സാധ്യമാണ്, അല്ലേ? Z0 Z1 തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ വഴി എനിക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് അറിയുന്ന പാത്തുകളുണ്ട്, അതല്ലാത്ത ഏത് പാത്തുകളും കാരണം കോംപ്ലക്സ് പ്ലെയിനിൽ എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാമല്ലോ. ഇപ്പോൾ Z0 Z1ഉം എനിക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പാത്ത് ഉണ്ടാക്കാം. Z0 Z1ഉം കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ infinitely many possibilities are there for having a path between Z0 and Z1, or connecting Z0 and Z1, or with initial point Z0 and terminal point Z1. There are infinitely many paths in the complex plane. ഓക്കെ, അപ്പോൾ ഇതിലൂടെ എല്ലാം നമുക്ക് കോണ്ടൂർ ഇൻ്റഗ്രൽസിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ വി ക്യാൻ ടോക്ക് അബൌട്ട് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. വാട്ട് ഈസ് ദിസ്? സി ഈസ് എ പാത്ത് കണക്റ്റിംഗ് Z0 ആൻഡ് Z1, ഓർ ഈസ് എ പാത്ത് with initial point Z0 and a terminal point Z1. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാത്തുകൾ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ കോണ്ടൂർ ഇൻ്റഗ്രൽ നമുക്ക് കാണുകയും ചെയ്യാം. ഈ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ എല്ലാം വാല്യൂ സെയിം ആണെങ്കിൽ, ഓക്കെ, ദെൻ വി സേ ദാറ്റ് ദ കോണ്ടൂർ ഇൻ്റഗ്രൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. അതായത് അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആയിട്ടുള്ള ഒരു കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് ഈ എൻ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ Z0ഉം Z1ഉം തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും വേറൊരു പാത്ത്, ഓക്കെ, ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു പരാബോളിക് എന്തെങ്കിലും ആവട്ടെ, വേറൊരു പാത്ത്. സോ ദിസ് ഇസ് C1 ആൻഡ് ദിസ് ഇസ് C2. ഈ C1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും C2ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും സെയിം ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ കോണ്ടൂർ ഇൻ്റഗ്രൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. സോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആയിട്ടുള്ള ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? എൻ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നമുക്കതിൻ്റെ പ്രിസൈസ് കോൺസെപ്റ്റിലേക്ക് പോകാം. എ കോണ്ടൂർ ഇൻ്റഗ്രൽ ഈസ് സെഡ് ടു ബി പാത്ത് ഇൻഡിപെൻഡൻറ്റ് ഇഫ് ദ വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി എൻ പോയിൻറ്റ്സ് ഓഫ് ദി പാത്ത്. ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ അതിൻ്റെ എൻ പോയിൻറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ വി സേ ദാറ്റ് ദ കോണ്ടൂർ ഇൻ്റഗ്രൽ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഇനി ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. സപ്പോസ് എഫ് സെഡ് എന്ന് പറയുന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി. ഓക്കെ, ഡി ഈസ് എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്ന ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് അനാലിറ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എഫ് സെഡ്. ഇതിനകത്തുള്ളൊരു പാത്ത് ഞാനെടുത്തു, സി എന്ന് പറയുന്ന ഒരു പാത്ത് എടുത്തു. ഓക്കെ, C1. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻറ്റ് Z0 Z1 എന്ന് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം എൻ പോയിൻറ്റുകൾ. അപ്പോൾ Z0നെയും Z1നെയും കണക്ട് ചെയ്യുന്ന ഒരു പാത്താണ് C1. വേറൊരു പാത്ത് ഞാൻ കൺസിഡർ ചെയ്തു. ഇങ്ങനൊരു പാത്ത് Z0 എൻ പോയിൻറ്റ്, Z0 Z1ഉം എൻ പോയിൻ്റ് ആയിട്ട്, Z0 ഇനീഷ്യൽ പോയിൻറ്റ്, Z1 ടെർമിനൽ പോയിൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാത്ത്. അതിന് ഞാൻ C2 എന്ന് വിളിച്ചു. ഈ രണ്ടാമത്തെ ആരോ മാർക്ക് ഇതാണ് C2 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ഈ സിറ്റുവേഷനിൽ C1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും C2ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും സെയിം ആണ് എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം നോക്കൂ, ഈ C1ഉം C2ഉം കൂടെ കമ്പോസ് ചെയ്തുകൊണ്ട് എനിക്കൊരു ക്ലോസ്ഡ് കർവ് ഉണ്ടാക്കാം. എങ്ങനെയാണത് സാധ്യമാവുന്നത് നോക്കാം. സി ദ ഓറിയൻറ്റേഷൻ. ഞാൻ C1ലൂടെ മൂവ് ചെയ്തു, എന്നിട്ട് Z1ലെത്തി, എന്നിട്ട് Z1ൽ നിന്ന് Z0ലേക്ക് ഞാൻ തിരിച്ച് C2ൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് മൈ പാസേജ്. Z0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Z1ൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ C2ൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ എന്ന് പറയുമ്പോൾ ഓറിയൻറ്റേഷൻ നേരെ തിരിഞ്ഞു. C2ൻ്റെ ഓറിയൻറ്റേഷൻ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെ എത്താൻ പറ്റും? Z0ൽ തന്നെ തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ ഈ പാത്ത് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവാണ്, അല്ലേ? Z0ൽ തുടങ്ങി Z0ൽ തന്നെ അവസാനിക്കുന്നു. അതിന് നമുക്ക് C1 Z0 ടു Z1 C1 വന്നു. പിന്നെ എന്താണ് വരുന്നത്? C2ൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -C2 ആണ്. ഓക്കെ, അപ്പോൾ C1ഉം C2 കൂടെ, C1ഉം നെഗറ്റീവ് C2 കൂടെ കമ്പോസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ പാത്ത്. ആ പാത്ത് എന്താണ്? ഒരു ക്ലോസ്ഡ് കർവാണ്, സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്. സിമ്പിൾ ക്ലോസ്ഡ് കർവിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ C1 പ്ലസ് നെഗറ്റീവ് C2ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
എഫ് സെഡ് അനലിറ്റിക് ആയതുകൊണ്ട് കോഷീസ് തിയറം പറയുന്നത് ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് നെഗറ്റീവ് C2നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതാം ബിക്കോസ് ഓഫ് അഡിറ്റിവിറ്റി ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ നെഗറ്റീവ് C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇവിടെ ഇൻ്റഗ്രൽ ഓവർ നെഗറ്റീവ് C2നെ നമുക്ക് മൈനസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് എഴുതാം അപ്പോൾ ഈ ഡിഫറൻസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും സെയിം ആണെന്നല്ലേ അർത്ഥം ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഷുഡ് ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഈ C1 C2 എന്ന് പറയുന്നത് ഒരേ എൻ പോയിൻ്റ് ഫിക്സ് ചെയ്തു Z0ഉം Z1ഉം ഫിക്സ് ചെയ്ത് ആ Z0ഉം Z1ഉം കണക്ട് ചെയ്യുന്ന ആർബിറ്ററി ആയിട്ടുള്ള രണ്ട് പാത്തുകളാണ് C1ഉം C2 Z0 ഇനീഷ്യൽ പോയിൻറ്റും Z1 ടെർമിനൽ പോയിൻറ്റുമായിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് പാത്തുകളാണ് C1ഉം C2 ആ C1 C2യിലൂടെ C1ലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും C2യിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും സെയിം വാല്യൂ ആണ് തരുന്നത് സോ C1 C2 ആർബിറ്ററി ആയിട്ടുള്ള രണ്ട് പാത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ദിസ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം C1 C2 ഏത് പാത്തുകൾ വേണമെങ്കിലും ആക്കാം സോ പാത്ത് ഇൻഡിപെൻഡൻ്റ് ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു കണ്ടീഷനാണ് ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഇൻ്റഗ്രൻ്റ് ഫംഗ്ഷൻ അനലിറ്റിക് ആവുകയും നമ്മൾ എടുക്കുന്ന പാത്തുകൾ ഉള്ളത് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിലുമാണെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടൂർ ഇൻ്റഗ്രൽ എന്തായിരിക്കും path independent ആയിരിക്കും So we have this theorem if f of z is an analytic function in a simply connected domain D and C is a contour in D then integral over C of z dz the contour integral of f of z dz over C is independent of the path C ഓക്കെ അപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എൻ പോയിൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നൊട്ടേഷൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം C notation if integral over C f of z dz is path independent then we simply write this contour integral as integral z0 to z1 f of z dz okay where what are z0 and z1 are the endpoints of C where z0 is the initial point and z1 is the terminal point of C യുടെ ഇനീഷ്യൽ പോയിൻ്റ് ആണ് Z0 Z1 സിയുടെ ടെർമിനൽ പോയിൻ്റ് ആണ് അവിടെ C എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല C എന്തായാലും ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ ആ എൻ പോയിൻ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അതാണ് പാത്ത് ഇൻഡിപെൻഡൻസിൻ്റെ കോൺസെപ്റ്റ് ഓക്കെ അപ്പോൾ ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു കണ്ടീഷനാണ് ഫംഗ്ഷൻ അനലിറ്റിക് ആവുക എന്നുള്ളത് ഓക്കെ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിനകത്ത് ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ എല്ലായ്പ്പോഴും പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും അഥവാ അതിൻ്റെ എൻ പോയിൻറ്റിനെ മാത്രമേ ആ ഇൻ്റഗ്രൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്കതിനൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എഴുതുന്നത് പോലെ തന്നെ എഴുതാൻ പറ്റും ഇനി നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് നോക്കാം ദ കോൺസെപ്റ്റ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ് വാട്ട് ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് സപ്പോസ് ദാറ്റ് എഫ് ഓഫ് സെഡ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമൈൻ ഡി if there exists a function cap f of z such that cap f dash z equal to small f of z for every z in D then cap f is called an antiderivative of small f. Example, sin z is an antiderivative of cos z. കാരണം സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ് അതുകൊണ്ട് സൈൻ കോസിൻ്റെ ആൻറ്റിഡെറിവേറ്റീവ് എന്ന് പറയും ഓക്കെ ഇത് നമുക്ക് കാൽക്കുലസിൽസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ആൻറ്റിഡെറിവേറ്റീവ് എന്ന് പറയുന്നത് റിയൽ കാൽക്കുലസിൽ ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നും നമ്മൾ പറയാറുണ്ടല്ലോ ഓക്കെ അത് തന്നെയാണ് ഇവിടെയും അതേ കോൺസെപ്റ്റ് തന്നെയാണ് കോംപ്ലക്സ് കാൽക്കുലസിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സ്മോൾ എഫ് ആവുകയാണെങ്കിൽ ആ ഫംഗ്ഷനെയാണ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഏതൊന്നിൻ്റെ ഡെറിവേറ്റീവ് ആണോ സ്മോൾ എഫ് ആ ഫംഗ്ഷനെയാണ് സ്മോൾ എഫിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് സെഡ് അതുകൊണ്ട് കോസ് സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് സൈൻ സെഡ് ഓർ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് സൈൻ സെഡ് ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പറയാൻ പറ്റും
ഓക്കെ, ഇപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ലോഗ് ഇസഡ് എടുത്തു കഴിഞ്ഞാൽ ലോഗ് ഇസഡിൻ്റെ ഡിഫറൻഷ്യബിലിറ്റിക്കൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. എനിവേ ആ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് 1/z ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 1/zൻ്റെ ആൻറ്റി ഡെറിവേറ്റീവാണ് ലോഗ് ഇസഡ് എന്ന് പറയാം. ഇനി ഒരു ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസിയാണ്. പാത്ത് ഇൻഡിപെൻഡൻസിനെ ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ എക്സിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം. അതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ കോൺസെപ്റ്റ്. നമുക്കത് നോക്കാം. See the fundamental theorem for contour integrals. Suppose that small f of z is continuous in a domain D, and second condition, cap f of z is an antiderivative of small f of z in D, that is the derivative of cap f equal to small f for every z in D. Then for any contour C in D with initial point z0 and terminal point z1, integral over C f of z dz equal to capital F of z1 minus capital F of z0. സി ഇത് നമ്മൾ കാൽക്കുലസിലെ ഫണ്ടമെൻ്റൽ തിയറം തന്നെയാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അല്ലേ? ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷന് സ്മോൾ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോണ്ടൂർ ഇൻ്റഗ്രൽ ഈസ് ഗിവൺ ബൈ ദിസ് ഡിഫറൻസ്. antiderivative value of the antiderivative of the at the terminal point minus value of the antiderivative at the initial point of the contour, cap f of z1 minus cap f of z0. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം നമുക്ക് റൈറ്റ് സൈഡ് വാല്യൂ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, z1നെയും z0നെയും, അഥവാ സിയുടെ എൻ പോയിൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ് പറയുന്നത് ആക്ച്വലി കോണ്ടൂർ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ്. എന്താണ് ആ കണ്ടീഷൻ? ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫ് വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ പ്രൂഫ് ഡിറൈവ് ചെയ്യാം. സി, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എഫ് സെഡ് കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്, ക്യാപ് എഫ് സെഡ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഫാക്റ്റാണ്. ഒരു കാര്യം, നമുക്ക് ഈ കോണ്ടൂറിനെ ഒരു പേരിട്ട് വിളിക്കാം. So we are given that small f is continuous, small f z is continuous in D, and cap f dash z equal to small f of z for every z in D. Okay, ഇനി നമുക്കൊരു കോണ്ടൂർ എടുക്കാം. ലെറ്റ് സി ബി സി. അതിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് z equal to z of t എന്ന് എഴുതാം. ഓക്കെ, z equal to z of t, a less than or equal to t less than or equal to b. ഇങ്ങനെയാണല്ലോ ഒരു കോണ്ടൂറിൻ്റെ പാരാമെട്രിക് ആയിട്ട് നമ്മൾ എഴുതാം. സി z equal to z of t equal to a less where a less than or equal to t less than or equal to b, be a contour with initial point ആരാണ്? z0 ആണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള z of tയുടെ വാല്യൂ z0 ആണ്. ഓക്കെ, വിത്ത് ഇനീഷ്യൽ പോയിൻ്റ് z0, ദാറ്റ് ഈസ് ഈക്വൽ ടു z of a. ഓക്കെ, ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ടിക്ക് എ കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റ്, ടിക്ക് ബി കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് ടെർമിനൽ പോയിൻ്റ്, ദാറ്റ് ഈസ് z1, ആൻഡ് z1 ഈക്വൽ ടു z of b. ഓക്കെ, നമുക്ക് ഇനി പ്രൂവ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz ഈക്വൽ ടു ദിസ് വൺ എന്നുള്ളതാണ്. സോ നൗ വി ഷാൽ കാൽക്കുലേറ്റ് ഇറ്റ്. ഓക്കെ, നൗ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z dz എന്താണ്? പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സിയുടെ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ എങ്ങനെ എഴുതാം? സെഡിന് z ഓഫ് ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എഫ് ഓഫ് z ഓഫ് ടി ഇൻറ്റു ഡി സെഡ് എന്തായിട്ട് മാറും? z ഡാഷ് ടി, അല്ലേ? z ഡാഷ് ടി ഡി ടി. അപ്പോൾ ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എ ടു ബി. ഇതാണല്ലോ കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സെഡിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയുടെ ലിമിറ്റ് യൂസ് ചെയ്യും. ഓക്കെ, നൗ ദ സെയിം തിങ് നോക്കൂ, ഈ ഇൻ്റഗ്രൽ എഫ് ഓഫ് z ഓഫ് ടി എ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപ് എഫ് ഡാഷ് എന്ന് എഴുതാം, അല്ലേ? ക്യാപ് എഫ് ഡാഷ് ഇസഡ് ആണ് സ്മോൾ എഫ് ഓഫ് സെഡ്. അപ്പോൾ ഈ സ്മോൾ എഫിനെ ക്യാപ് എഫ് ഡാഷിൻ്റെ ടേമിലേക്ക് റീപ്ലേസ് ചെയ്യാം. സി ഇൻ്റഗ്രൽ എ ടു ബി ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് എഴുതാം. ആരെ? സ്മോൾ എഫ് ഓഫ് സെഡ് ഓഫ് ടിക്ക് പകരം ക്യാപ് എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് എഴുതാം. ബിക്കോസ് ക്യാപ് എഫ് ഡാഷ് ഇസഡ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് സെഡ് ഫോർ എവറി സെഡ് ഇൻ ഡി ഇൻറ്റു സെഡ് ഡാഷ് ടി ഡി ടി. ഇനി നോക്കൂ, ഇത് ആക്ച്വലി എന്താണ്? The integrand f dash z of t into z dash t dt is nothing but a derivative of cap f of zt. അപ്പോൾ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് എഴുതാം, അല്ലേ? കാരണം ബിക്കോസ് ഡി ബൈ ഡി ടി
ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ടി. ഓക്കെ, സെഡ് ഡാഷ് ടി ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. അതിൻ്റെ കൂടെ ഒരു ഡി ടിയും കൂടെ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദിസ് ഇൻ്റഗ്രൽ? ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്താണ് വരിക? സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എഫ് ഓഫ് സെഡ് ഓഫ് ടി ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് എ ടു ബി. ഇത് നമ്മളെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് സെഡ് ഓഫ് എ. പക്ഷേ സെഡ് ഓഫ് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കോണ്ടൂറിൻ്റെ ടെർമിനൽ പോയിൻ്റ്. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട്. Okay, so we have proved that integral over c f of z dz is given by capital F of z1 minus capital F of z0. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ആൻഡ് ദ വാല്യൂ ഓഫ് ദ കോണ്ടൂർ ഇൻ്റഗ്രൽ ഈസ് ജസ്റ്റ് ദ ഡിഫറൻസ് ഓഫ് ദി വാല്യൂസ് ഓഫ് ദി ആൻറ്റി ഡെറിവേറ്റീവ് അറ്റ് ദി എൻഡ് പോയിൻറ്റ്സ്. വാല്യൂ അറ്റ് ദി terminal point minus value at the initial point. Okay, see the problem. Evaluate the following integrals where c is any contour from z equal to 0 to z equal to 1 plus I. Integral over c z square dz, integral over c e raised to pi z dz. നമുക്കറിയാം കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോണ്ടൂർ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ പക്ഷേ കോണ്ടൂർ എന്താണെന്ന് പറയുന്നില്ല. c is any contour സ്റ്റാർട്ടിങ് ഫ്രം 0 to 1 plus I. അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റ് ടെർമിനൽ പോയിൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനീഷ്യൽ പോയിൻറ്റ് ടെർമിനൽ പോയിൻറ്റും z equal to 0, z equal to 1 plus I. ഇത് 0യിൽ നിന്ന് 1 plus Iയിലേക്കുള്ള പാത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാത്ത്സ് ഉണ്ട്. അതിൽ ഏതിലൂടെ വേണമെങ്കിലും ഇൻറ്റഗ്രേറ്റ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാത്ത് എടുത്തുകൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനല്ല ഇവിടെ താല്പര്യം. ഇവിടെ ഏത് പാത്തിലൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ കിട്ടുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ടാവുക. അതായത് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കോണ്ടൂർ ഇൻ്റഗ്രൽസ് ആയിരിക്കും ഈ ടൈപ്പ് പ്രോബ്ലത്തിന് നമുക്ക് തരും. അപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻസ് നമുക്ക് വെരിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ വാല്യൂ കാണുകയും ചെയ്യാം. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ച് വാല്യൂ കാണണമെങ്കിൽ അതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് നമുക്ക് കാണണം. ഇവിടെ z സ്ക്വയർ ആണ്. z സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് നമുക്ക് അറിയാം z ക്യൂബ് ബൈ 3. കാരണം z ക്യൂബ് ബൈ 3യെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ z സ്ക്വയർ കിട്ടും. സോ നമുക്കതിനെ എങ്ങനെ ചെയ്യാം? ഇവിടെ z സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ എഫ് ഓഫ് z ഈക്വൽ ടു z സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് മാത്രമല്ല, അത് അനലിറ്റിക്കും കൂടെയാണ് അല്ലേ, നമുക്കറിയാം. പക്ഷേ ഇവിടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിലെ അസംഷൻ അല്ലെങ്കിൽ ആ കണ്ടീഷൻ മാത്രമേ നമ്മളിവിടെ എഴുതുന്നുള്ളൂ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ആൻറ്റി ഡെറിവേറ്റീവ്? ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ക്യൂബ് ബൈ 3 is an antiderivative. Okay, it's an antiderivative. It's an antiderivative of small f. Why? Because d by dz of z cube by 3 is equal to z square അല്ലേ. അതുകൊണ്ട് z cube by 3 ഇതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. Therefore, by fundamental theorem of calculus, by fundamental theorem of calculus or contour integrals, integral over c z square dz എന്ന് പറയുന്നത് എന്താണ് വരിക? z cube by 3യുടെ വാല്യൂ ആയിരിക്കും. z cube by 3യുടെ വാല്യൂ ബിറ്റ്വീൻ ദ എൻ പോയിൻറ്റ്സ് 0 to 1 plus I. 0 to 1 plus I, അതായത് 1 plus Iയിലുള്ള z cube by 3യുടെ വാല്യൂ ദാറ്റ് ഈസ് 1 plus I cube by 3 മൈനസ് 0 cube by 3. അത് 0 തന്നെയാണ് വരിക. What is 1 plus I cube by 3? So 1 plus I cube is minus 2 plus 2I. So minus 2 plus 2I by 3. ഇത് 0 ആയിപ്പോയി രണ്ടാമത്തെ വാല്യൂ. So that is equal to 2 times minus 1 plus I. 2 times minus 1 plus I, അതാണ് ന്യൂമറേറ്റർ വരിക, ഡിനോമിനേറ്റർ by 3. So this is the value. Okay. So z സ്ക്വയറിൻ്റെ കോണ്ടർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് given by this one, because z cube by 3 is an antiderivative for z square. Similarly, e raised to pi z എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് നമുക്കറിയാം. e raised to pi z ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്, e raised to pi z ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e raised to pi z by pi ആണ് വരിക അല്ലേ. അപ്പോൾ e raised to pi z by pi-യെ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് e raised to pi z കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് e raised to pi z by pi ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കിയാൽ മതി. For the case, the second case, f of z equal to e raised to pi z
ഹാസ് ആൻറ്റിഡെറിവേറ്റീവ് ഏതാണ്? ഹാസ് ആൻറ്റിഡെറിവേറ്റീവ് what is that? e raised to pi z by pi അല്ലേ? ബിക്കോസ് derivative of e raised to pi z by pi is e raised to pi z. Therefore, by fundamental theorem of contour integrals, fundamental theorem of contour integrals, integral over c e raised to pi z dz is equal to value of the antiderivative at the endpoints. Endpoints ഇവിടെ ഏതൊക്കെയാണ്? 0യും 1 plus iയും. So we substitute that values. So 1 by pi times upper limit e raised to 1 plus i z എന്ന് കൊടുക്കുന്നു minus 0 z എന്ന് കൊടുക്കുമ്പോൾ e raised to 0, that is 1. Okay, so that is equal to 1 by pi times e raised to pi plus e raised to pi I. Okay, e raised to pi plus e raised to pi I minus 1. പക്ഷേ e raised to pi plus pi I യെ നമുക്ക് e raised to pi into e raised to pi I എന്ന് എഴുതാം. e raised to pi I പക്ഷേ 1 ആണ്. e raised to I pi cos pi plus I sin pi അത് നെഗറ്റീവ് 1 ആണ്. cos pi നെഗറ്റീവ് 1 ആണ്. സോ e raised to pi into നെഗറ്റീവ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ നെഗറ്റീവ് e raised to pi. അതാണ് e raised to pi plus pi I വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by pi into negative 1, this is e raised to pi into negative 1. So that is negative e raised to pi. This is negative e raised to pi minus 1. So minus വേണമെങ്കിൽ പുറത്തിട്ട് എഴുതാം. So minus 1 by pi e raised to pi plus 1. This is the value. അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ്റെ കമ്പ്യൂട്ടേഷൻ വളരെ ഈസിയാണ്. ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കഴിയും. Say evaluate the following integrals. Integral z square dz 0 to 3 plus i. z square ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് z cube by 3. അതിൻ്റെ വാല്യൂസ് കണ്ടാൽ മതി. 3 plus iയിലുള്ള വാല്യൂ മൈനസ് 0യിലുള്ള വാല്യൂ. അതുപോലെ 2z plus 1 ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാമല്ലോ. 2z plus 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4z സ്ക്വയർ പ്ലസ് 4z പ്ലസ് 1 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 4z സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് 4zൻ്റെ ഇൻ്റഗ്രൽ പ്ലസ് 1ൻ്റെ ഇൻ്റഗ്രൽ. ഇവിടെ z സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് z ക്യൂബ് ബൈ 3. ഇപ്പോൾ 4z സ്ക്വയറിൻ്റെ 4z ക്യൂബ് ബൈ 3, 4zൻ്റെ 4z സ്ക്വയർ ബൈ 2, 1ൻ്റെ z. ഓക്കെ, അപ്പോൾ അതിലെല്ലാം അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ റിയൽ ഇൻ്റഗ്രൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. കാരണം ഇവരെല്ലാം പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസ് എല്ലാം ആൻറ്റി ഡെറിവേറ്റീവ് അഥവാ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഉണ്ട്. മൂന്നാമത്തെ നോക്കൂ, സെഡിൻ്റെ ഇറേസ് സെഡ്. ഇവിടെ സെഡിൻ്റെ ഇറേസ് സെഡിന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ട്. ഇതിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് നമുക്ക് കിട്ടും. നാലാമത്തെ നോക്കൂ, 1 by z dz ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. സി എന്താണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. കോണ്ടൂർ ഇൻ്റഗ്രൽ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ചെയ്യാം. സെഡിന് 4 e raised to it എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇതിനെല്ലാം ടിയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള ഡയറക്റ്റ് ഇൻ്റഗ്രേഷനിലൂടെ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഒപ്പം തന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. കാരണം ഇവിടെ സർക്കിളിൻ്റെ ഏത് പോർഷനാണ്? 4 e raised to it എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിൾ ഓഫ് റേഡിയസ് 4 ആണ് അല്ലേ. പക്ഷേ ആ ഫുൾ സർക്കിളില്ല. ടി മൈനസ് പൈ ബൈ 2 മുതൽ പോസിറ്റീവ് പൈ ബൈ 2 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷന് വരുള്ളൂ. ഈ ഒരു പാർട്ട് മാത്രമേ സി വരുള്ളൂ. ഫുൾ സർക്കിളല്ല. ഫുൾ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? 1 by z-ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ഇല്ലാണ്ടായി പോകും. 1 by z-ന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഈ റീജിയനിൽ 1 by z-ന് ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ട്. 1 by z-ൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് log z ആണ്. log z ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഫോർ 1 by z. അപ്പോൾ ഈ സിറ്റുവേഷൻ നമുക്ക് 1 by z-ൻ്റെ ഇൻ്റഗ്രൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. കാരണം അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് log z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. log z-ൻ്റെ വാല്യൂ എൻ പോയിൻറ്റ്സിൽ കണ്ടാൽ മതി. ഇവിടെ ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് ടിക്ക് മൈനസ് പൈ ബൈ 2 കൊടുക്കുമ്പോഴുള്ള z-ൻ്റെ വാല്യൂ. ഇപ്പോൾ 4 e raised to I നെഗറ്റീവ് പൈ ബൈ 2. അതുപോലെ പൈ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ ഉള്ള വാല്യൂ ആണ് അതിൻ്റെ അപ്പർ ലിമിറ്റ് അഥവാ ടെർമിനൽ പോയിൻ്റ് z1. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് log z-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്ത് നോക്കൂ. രണ്ട് വാല്യൂം ഈക്വൽ ആവുന്നില്ലേ എന്നൊന്ന് വെരിഫൈ ചെയ്യുകയുമാകാം. ഓക്കെ, അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയാണ്. എപ്പോഴാണ് ഒരു കോണ്ടൂർ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്.
പാത്ത് ഇൻഡിപെൻഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പറയുന്നത്. ഓക്കെ, അനലിറ്റിക് ആയാൽ മതി. നമുക്ക് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനകത്ത് അനലിറ്റിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എല്ലായ്പ്പോഴും പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവും. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ ആ ഇൻ്റഗ്രൽ വാല്യൂ, കോണ്ടൂർ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കോണ്ടൂർ ഇൻ്റഗ്രൽസ് നമ്മളോട് പറയുന്നത്. ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം, പ്രൊവൈഡഡ് ദ ഇൻ്റഗ്രൽ ഈസ് പാത്ത് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രൽസ് എല്ലാം നമ്മൾ റിയൽ കാൽക്കുലസിൽ പഠിച്ചിട്ടുള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അങ്ങനെയുള്ള എല്ലാ ടെക്നിക്കുകളും നമുക്കിവിടെയും അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് കോണ്ടൂറിനെ ബോദർ ചെയ്യേണ്ട എന്നർത്ഥം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.